മക്കളെ, ഇന്ന് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഖുഷി ഖുഷി എന്ന പാഠത്തിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് അതിൽ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ, മരം അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേതെല്ലാം ചിത്രങ്ങളാണോ തന്നിരിക്കുന്നത് ആ ചിത്രങ്ങളുടെയൊക്കെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനായിട്ടുള്ള ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ഖുഷിക്കോ, ഇവിടെ ഖുഷിക്കോ ഏക്ക് ബോൾ, ഇത് ബോളിന്റെ ചിത്രമല്ലേ. ഈ ബോളിന്റെ ചിത്രമുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബോൾ എന്ന് എഴുതണം. കണ്ട, ബോൾ, ഇങ്ങനെയാണ് ബോൾ എഴുതുക അല്ലേ. ബോൾ എന്ന് ഇവിടെ എഴുതണം. അപ്പൊ ഖുഷിക്കോ ഏക്ക് ബോൾ ഹേ എന്നാ നമ്മൾ സെന്റൻസ് വരും. ഈ ബോളിന്റെ ചിത്രത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബോൾ എന്ന് എഴുതുക. ഏക്ക് ദിൻ വഹ് അപ്പനെ ബോൾ ലേക്കർ, ഒരു ദിവസം അവൾ തൻ്റെ ബോളുമായിട്ട് താലാബ് മേഘയെ എന്നാണ് കേട്ടോ. അവിടെ താലാബാണ് വരുന്നത്. താലാബ് മേഘയെ, കുളത്തിൽ പോയി. താലാബുമേ തര തരക്കെ, അങ്ങനെ പറഞ്ഞാൽ താലാബുമേ കുളത്തിൽ, തര തരക്കെ പലതരത്തിലുള്ള, മച്ചലി മേണ്ടക്ക് और കേക്കട, ഇതിനെ മച്ചലി എന്നാണ് പറയാ, മത്സ്യം മച്ചലി. മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ തവള, കേക്കട എന്ന് പറഞ്ഞാൽ ഞണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, മീനിന്റെ ചിത്രം തന്നിട്ട് അതിനെന്താണ് പറയാന്ന് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പൊ എന്താണ് പറയുന്നത്? മച്ചലി എന്നാണ് പറയുന്നത്. ഇതിനോ മേണ്ടക്ക്, ഇവിടെ ഉണ്ട് മേണ്ടക്ക്, കണ്ടോ മേണ്ടക്ക്. മച്ചലി എന്നാണ് ഇവിടെ എഴുതാത്തത്, നമുക്ക് ഇവിടെ എഴുതാം. അങ്ങനെയാണ് മച്ചലി എന്ന് എഴുതാം, മച്ചലി. മച്ചലി. മേണ്ടക്ക് കണ്ടോ, ഇതാണ് മേണ്ടക്ക്, തവള. അതവിടെ മേണ്ടക്ക് എഴുതിയത് കണ്ടില്ല എല്ലാവരും, ഇതാണ് മേണ്ടക്ക്. മച്ചലി മേണ്ടക്ക്. പിന്നെ കേക്കട, ഞണ്ടിനിതാ കേക്കട, കേക്കട ഞണ്ട്, കേക്കട. പിന്നെ ഇതിന് പറയുന്നത് ബഗുളയാണ് അല്ലേ. കേക്കട ഹേ വരെ നമ്മൾ വായിച്ചു. ഇനി സമയ് വഹാം, ഉസി സമയ് വഹാം ഏക്ക് ബഗുള ആയ. ബഗുള, ബഗുള പറഞ്ഞ എന്താണ്? കൊക്ക്. ബഗുള ആയ, കൊക്ക് വന്നു. അപ്പൊ നമുക്കത് എഴുതിയതൊന്ന് നോക്കാം. ഖുഷിക്കോ ഏക്ക് ബോൾ ഹേ, ബോൾ. ബോൾ എന്ന് നേരത്തെ ഇവിടെ ചിത്രമാണ് തന്നത്, നമ്മൾ അതിന് പകരം ബോൾ എഴുതി. ഏക്ക് ദിൻ വഹ് അപ്പനെ ബോൾ ലേക്കർ താലാബ് മേഘയെ, താലാബ് ചിത്രമായിരുന്നു തന്നത് അല്ലേ. അവിടെ നമ്മൾ താലാബ് എന്ന് എഴുതി. താലാബ് മേ തര തരക്കെ മച്ചലിയാം, മീനിന്റെ ചിത്രമായിരുന്നു തന്നത്. മച്ചലിയാം, മേണ്ടക് और കേക്കട മത്സ്യം, അതുപോലെ തന്നെ തവള, പിന്നെ ഞണ്ട്. ഉസി സമയ് വഹാം ഏക്ക് ബഗുള ആയ, ആ സമയത്ത് അവിടേക്ക് ഒരു ബഗുള, കൊക്ക് വന്നു. മനസ്സിലായോ? എല്ലാ ചിത്രത്തിൻ്റെയും പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോള്, താലാബ്, മച്ചലിയാം, മേണ്ടക്ക്, കേക്കട, ബഗുള. ഇവിടെ അതിൻ്റെയൊക്കെ ചിത്രമാണുള്ളത്. ബോള്, താലാബ്, മച്ചലി, മേണ്ടക്ക്, കേക്കട, ബഗുള. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലൊരു ചിത്രം തരും. ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇതിന് കളറ് കൊടുക്കാനാണ് പറയുക. അപ്പൊ നിങ്ങൾക്കിവിടെ കളർ തരും, കണ്ടോ, പീല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കളറിന്റെ പേര് പഠിക്കണം. പീല പറഞ്ഞാൽ എന്ത് കളറാണ് നമ്മൾ പഠിക്കണം. പീല പറഞ്ഞാൽ എന്താ അറിയോ? പീല പറഞ്ഞാൽ മഞ്ഞ കളറാണ്. ഏത് കളറാണ് പീല? പീല എന്നത് മഞ്ഞ കളറാണ് കേട്ടോ, മഞ്ഞ കളറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ അങ്ങനെ മഞ്ഞ കളർ കൊടുക്കുക. അപ്പൊ പീല ഏത് കളറാണ്? മഞ്ഞ. കണ്ടാ, പീല മഞ്ഞ കളറ്. ഇനി നീല, നീല നോക്കാം. നീല പറഞ്ഞാൽ എന്താണ്? നീല കളർ തന്നെ, അതിനാണ് നീല പറയാ, നീല. ഇനി ലാലാണ് ചോദിച്ചത്. ലാൽ പറഞ്ഞാൽ എന്താണ്? ചുമപ്പ് കളറാണ് ലാൽ, ലാൽ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഹര എന്ന കളറാണ്. ഹര എന്ന് പറഞ്ഞാൽ പച്ച. ഓക്കെ, ഹര എന്ന് പറഞ്ഞതാണ് പച്ചയാണ്. അപ്പൊ എല്ലാ നിറവും നിങ്ങൾക്ക് കിട്ടി. ഹര എന്ന് പറഞ്ഞാൽ പച്ച, ലാൽ എന്ന് പറഞ്ഞാൽ ചുമപ്പ്, നീല എന്ന് പറഞ്ഞാൽ നീല,
പീല എന്ന് പറഞ്ഞാൽ പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. വെള്ളയ്ക്ക് പറയുന്നത് സഫേദ് ആണ് കേട്ടോ. വെള്ളയ്ക്ക് പറയുന്നതാണ് സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ഓക്കെ, പീല എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ കളറ്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ് കേട്ടോ. കാല പറഞ്ഞാൽ എന്താണ്? കറുപ്പ് കളറിനെയാണ് കാല എന്ന് പറയുന്നത്. ഏത് കളറിലെയാണ് കാല എന്ന് പറയുന്നത്? കറുപ്പ് കളറിനെയാണ് കാല എന്ന് പറയുന്നത്. ഓക്കെ, കറുപ്പ് കളറാണ് കാല. അപ്പം നീലയായി പീല, മഞ്ഞ, നീല, ചുവപ്പ്, പച്ച, കറുപ്പ്. വെള്ളയ്ക്ക് സഫേദ്. എന്താ പറയുന്നത്? വെള്ളയ്ക്ക് സഫേദ്. സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ളയാണ് കേട്ടോ. സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള കളറിനെയാണ് സഫേദ് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ള കളറാണ് സഫേദ്. ഇവിടെ കളർ കൊടുത്താൽ കാണൂലല്ലോ, വെള്ളയാണ് കേട്ടോ. സഫേദ് വെള്ള. മഞ്ഞ, നീല, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ്. അത്രയും കളറുകളാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത്. ഇനി അടുത്തതായിട്ട് വരുന്നത് സൂര്യന്റെ നിറം എന്താണ് എന്നാണ് ചോദ്യം. സൂരജ് കാ രംഗ് ക്യാ ഹൈ? എന്താണ് സൂര്യന്റെ നിറം? പീല അല്ലെ, മഞ്ഞ നിറമാണ്. എന്താണ്? പീല, മഞ്ഞ നിറമാണ് സൂര്യന്റെ നിറം. ഇവിടെ പീല എന്ന ആൻസർ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ചിത്രക്കെ അനുസാർ വാക്യ ലിഖിയേം എന്നാണ്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിൽ ഈ കുട്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കണം. അപ്പൊ നമ്മളിനി പഠിക്കേണ്ടത് ഇതാണ്. അസ്ത എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അതിൻ്റെയൊക്കെ അർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ. അസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിരിക്കുക. അതിനെയാണ് ഹസ്ത എന്ന് പറയുന്നത്. ചിരിക്കുക. ചൽത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുന്നതിനാണ് ചലന പറയാം. ചലന പറഞ്ഞാൽ നടക്കുക. ചൽത്ത പറഞ്ഞാൽ നടന്നു എന്നാണ് അർത്ഥം വരിക. അപ്പൊ ഇവിടെ ചലന പറഞ്ഞാൽ എന്താണ്? നടക്കുന്നതിനെയാണ് ചലന എന്ന് പറയുന്നത്. നടക്കുന്നു എന്നാണ് കേട്ടോ. ചൽത്ത എന്ന് പറഞ്ഞാല്, ചലന പറഞ്ഞാലാണ് എന്ത്? നടക്കുക. അടുത്തത് കൂതുത്ത എന്നാണ്. കൂതുത്ത പറഞ്ഞാൽ ചാടുന്നതിനെയാണ് പറയാ. ചാടുക. കൂതുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടുന്നതിനെയാണ് കൂതുന എന്ന് പറയാ. അടുത്തത് ഗഡ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗഡ എന്ന് പറയുന്നത്. എന്തിനാണ് ഗഡ എന്ന് പറയുന്നത്? നിൽക്കുന്നതിനെയാണ് ഗഡ എന്ന് പറയുന്നത്. നിൽക്കുന്നതിനെ. ദൗഡന പറഞ്ഞ ഓടുക. ദൗഡത്ത പറഞ്ഞാല് ഓടുക. ദൗഡന പറഞ്ഞാൽ എന്താണ്? ഓടുന്നതിനെയാണ് ദൗഡത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ചെയ്യുന്ന ഈ കുട്ടി എന്താ ചെയ്യുന്നത്? നടക്കുകയാണ് അല്ലേ. അപ്പൊ നടക്കുക. ഇവിടേക്ക് നോക്കുക. ചൽത്ത അല്ലെ. എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? ചൽത്ത. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ഇവിടെ നോക്കൂ. ലഡുക്ക ചൽത്താ ഹേ. കണ്ടോ? ലഡുക്ക ചൽത്താ ഹേ. കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നത്? നടക്കുകയാണ്. ഇവിടെ നടക്കുകയാണ്. അപ്പൊ ചൽത്താ ഹേ എന്ന് എഴുതി. അടുത്ത കുട്ടി എന്താ ചെയ്യണത്? ഓടുകയാണ് ചെയ്യണത് അല്ലേ. അപ്പൊ ഓടുന്നതിന് എന്താ പറയുക? ദൗഡത്താ ഹേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സെന്റൻസില് ഉത്തരം എന്താക്കി കൊടുക്കണം? ലഡുക്ക ദൗഡത്താ ഹേ എന്നെഴുതണം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ലഡുക്ക ദൗഡത്താ ഹേ. അടുത്തത് എന്താ വരുന്നത്? കൂതുന എന്നാണ്. കൂതുത്ത പറഞ്ഞാൽ ചാടുക. ഇവിടെ ചാടുന്ന ചിത്രം എവിടെയാണ്? ഇതാണ് അല്ലേ. ലഡുക്ക കൂതുത്താ ഹേ. ഇവിടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ചാടുന്നത്. അപ്പൊ കൂതുത്താ ഹേ. ലഡുക്ക കൂതുത്താ
ഹേ. അടുത്തതായിട്ട് വരുന്നത് നിൽക്കുന്നതാണ് അല്ലേ? നിൽക്കുന്നത്. ഗഡ. എന്താണ് നിൽക്കുന്നതിന് പറയാ? ഗഡ എന്നാണ് പറയാ. ഗഡ. ഗഡാഹേ. നിൽക്കുന്നു. നിൽക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഗഡ എന്ന് പറയുന്നത്. അടുത്തത് ഇനി എന്താ ചെയ്യുന്നത്? കുട്ടി ചിരിക്കുകയാണ് അല്ലേ? ചിരിക്കുക. ചിരിക്കുന്നതിന് എന്താ പറയുന്നത്? ഹസ്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലഡുക്ക ഹസ്താഹേ. എന്താണ് പറയാ അവിടെ? ലഡുക്ക ഹസ്താഹേ. ഇതാണ് കേട്ടോ അവിടേക്ക് വരിക. ലഡുക്ക ഹസ്താഹേ. ആൺകുട്ടി ചിരിക്കുന്നു. അപ്പൊ അത്രയാണ് നമുക്കിവിടെ നോക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എഴുതിയത് നോക്കാം. ലഡുക്ക ഗഡാഹേ, ലഡുക്ക ഹസ്താഹേ. കുട്ടി ചിരിക്കുന്നു. ലഡുക്ക ഹസ്താഹേ. ലഡുക്ക കൂതുത്താഹേ. ആൺകുട്ടി ചാടുന്നു. ആൺകുട്ടി ചാടുന്നു. അത്രയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.